പുഷ്പ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. വരൂ വരൂ, നിങ്ങളുടെ ഷൂസും ചെരുപ്പും തയ്ച്ചിട്ട് പോകൂ, വരൂ വരൂ. പുഷ്പ എത്രത്തോളം അധ്വാനിച്ചാലും അയാളുടെ ദിവസ വരുമാനം ഒരിക്കലും 100 രൂപ മറികടക്കുകയേ ഇല്ലായിരുന്നു. ആ 100 രൂപ ഒരു ദിവസത്തെ ചിലവിന് മാത്രമേ തികയൂ. അതുകൊണ്ട് അയാൾക്ക് സമ്പാദ്യമേ ഇല്ലായിരുന്നു. പുഷ്പയുടെ ഭാര്യ മുന്നി പുഷ്പയോട് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു: നിങ്ങൾ ഈ ചെരുപ്പ് കുത്തുന്ന ജോലിയൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കൂ. ഈ ജോലി ചെയ്താൽ നമുക്ക് ഒരു ലാഭവും കിട്ടില്ല. കുറച്ച് ഭാവിയെ കുറിച്ച് ചിന്തിക്കൂ. നമ്മുടെ മകളും വളർന്നു വരുവാ. അവളുടെ കല്യാണത്തിന് പണം എവിടെ നിന്നുണ്ടാക്കാനാണ്? നമ്മുടെ ഭാവിയെ കുറിച്ചോർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. നീ എന്തിനാ ഭാവിയെ കുറിച്ചോർത്ത് എപ്പോഴും വിഷമിക്കുന്നത്? ഞാനുണ്ടല്ലോ ഇവിടെ. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി നമ്മുടെ മായയെ വിവാഹം കഴിപ്പിക്കാം. എന്റെ അനിയൻ രമേശിന് ഗവൺമെന്റ് ജോലിയാണ്. അവൻ ഉറപ്പായും നമ്മളെ സഹായിക്കും. പുഷ്പയ്ക്ക് തന്റെ അനിയൻ രമേശിൽ ഒരുപാട് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ രമേശോ പുഷ്പയുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പെരുമാറ്റം. രമേശിന് പുഷ്പയോട് സംസാരിക്കുന്നതിന് പോലും നാണമാണ്. മോനെ രമേശ്, നീ എവിടെ പോകുക? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവഴി നടന്നു പോകുമ്പോൾ എന്നെ വിളിക്കരുതെന്ന്. നിങ്ങൾ ചെരുപ്പ് കുത്തിയ ഞാൻ വലിയൊരു ഉദ്യോഗസ്ഥനും നിങ്ങളുടെ അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണം വരുന്നു. നീ ഒന്നും മറക്കരുത് രമേശ്, നമ്മുടെ അച്ഛനും ഈ ചെരുപ്പ് കുത്തി ജോലിയാണ് ചെയ്തിരുന്നത്. അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ സ്വത്തുക്കളും വിറ്റു. എന്നാൽ ഇപ്പോൾ എന്നെ ചേട്ടനെന്ന് വിളിക്കാൻ നിനക്ക് നാണം വരുന്നുണ്ടോ? എപ്പോൾ നോക്കിയാലും ഒരു കഥ പറഞ്ഞോളൂ. എന്റെ സമയം പാഴാക്കരുത്, എനിക്ക് പോകണം. ഒരു ദിവസം പുഷ്പയുടെ മകൾ മായ സ്കൂളിൽ നിന്നും മടങ്ങി വന്നു. എന്തുപറ്റി മോളെ? നീ ഇന്നെന്താ പെട്ടെന്ന് വന്നത്? ഇതുവരെ 8 മണി ആയില്ലല്ലോ. അച്ഛാ, സ്കൂളിലുള്ള എല്ലാവരും ഞാൻ ഫീസ് അടച്ചില്ലെങ്കിൽ സ്കൂളിലേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞു. സ്കൂളിന്റെ ഫീസോ? പുഷ്പയ്ക്ക് രമേശിനെ ഓർമ്മ വന്നു. അയാൾ മനസ്സിനുള്ളിൽ രമേശ് ഉറപ്പായും സഹായിക്കുമെന്ന് കരുതി. പുഷ്പ രമേശിന്റെ വീട്ടിലേക്കും പോയി. അവനോട് അയാളുടെ കഷ്ടപ്പാടും പറഞ്ഞു. രമേശ് പുഷ്പയെ എന്നാൽ ഒരുപാട് അപമാനിച്ചു. പിന്നെ അവന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനും പറഞ്ഞു. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോ, എന്നെ ശല്യം ചെയ്യാതെ. നിങ്ങളുടെ മകൾ പഠിക്കുന്നില്ലെങ്കിൽ ഞാനെന്ത് വേണം? ഞാനെന്താ പണം അച്ചടിക്കുന്നുണ്ടോ? പുഷ്പയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു. അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ രമേശിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് പുഷ്പ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു കാർ വന്ന് ഇടിച്ചു. പുഷ്പ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അയാൾ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. ഞാൻ ഇവിടെ എങ്ങനെ വന്നു മായേ? അച്ഛാ, അച്ഛനിപ്പോൾ ആക്സിഡന്റ് ആയി. ഏതോ ഒരാളാണ് അച്ഛനെ ആശുപത്രിയിലാക്കിയത്. ഹോസ്പിറ്റലിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടി എന്റെ സ്വർണമെല്ലാം വിൽക്കേണ്ടി വന്നു. ഇനി എന്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. ഈ പണവും ചിലവായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. നീ എന്നെ വീട്ടിൽ കൊണ്ടുപോ, ഞാൻ വീട്ടിൽ തന്നെ ചികിത്സ തേടിക്കോളാം. 3 പേരും തിരിച്ച് വീട്ടിലേക്കും വന്നു. അമ്മേ, എനിക്ക് ഒരുപാട് വിശക്കുന്നു. വീട്ടിൽ ഒരുപാട് നാളായി ഭക്ഷണം ഉണ്ടാക്കിയിട്ടേയില്ല. മുന്നി, നീ മായയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവാ, അവൾ പട്ടിണി കിടക്കണ്ട. മുന്നി മായയ്ക്ക് 10 രൂപ കൊടുത്തു. മോള് മാത്രം എന്തെങ്കിലും വെളിയിൽ പോയി കഴിക്കേ. മായ വെളിയിൽ പോയി 1 മണിക്കൂറിന് ശേഷവും തിരികെ വന്നതേയില്ല. മുന്നിയും പുഷ്പയും അവൾ വരാത്തതിൽ ഒരുപാട് പേടിച്ചു. മുന്നി, ഒന്ന് നോക്ക്, അവൾ എവിടെ പോയെന്ന്. മുന്നി വീട്ടിൽ നിന്നും വെളിയിൽ വരുന്നതിന് മുൻപ് മായ വീട്ടിലേക്കും വന്നു. എന്തു പറ്റി മോളെ ലേറ്റായത്? അച്ഛാ, ഞാൻ ജിലേബി വാങ്ങുമായിരുന്നു. മാർക്കറ്റിൽ ജിലേബി കടകൾ ഒരുപാടുണ്ട്. എന്നാൽ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ ഗ്രാമജനങ്ങൾക്ക് ജിലേബി ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കേൾക്കൂ, എന്റെ ബുദ്ധിയിൽ ഒരു ഐഡിയ തെളിഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് വീണ്ടും ആപത്ത് വന്നാൽ നമുക്ക് പണം എവിടെ നിന്ന് കിട്ടാനാ? അതുകൊണ്ട് നിങ്ങളിനി ചെരുപ്പ് കുത്തുന്ന ജോലി അങ്ങ് നിർത്തിയേക്കൂ. നമുക്ക് ജിലേബി വിൽക്കുന്ന ജോലി അങ്ങ് തുടങ്ങാം. എന്നാൽ എനിക്ക് ജിലേബി ഉണ്ടാക്കാനേ അറിയില്ലല്ലോ. അയ്യോ, അതിനിപ്പോൾ എന്താ? നമുക്കത് പഠിക്കാമെന്നേ. മുന്നിയും പുഷ്പയും ഒരു ദിവസം ജിലേബി കഴിക്കാമെന്ന പേരിൽ മാർക്കറ്റിലുള്ള ഒരു ജിലേബി കടയിലേക്ക് പോയി. ആ സ്ഥലത്തിൽ അവർ ജിലേബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ ശ്രദ്ധിച്ചു. ജിലേബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. എന്നാൽ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് പണം വേണമല്ലോ. ഞാൻ എന്റെ അനിയന്റെ കയ്യിൽ നിന്നും 5000 രൂപ കടം വാങ്ങാം.
ഇങ്ങനെയുള്ള സമയത്താണ് നിങ്ങളുടെ അളിയന്റെ സഹായം വേണ്ടത്. പുഷ്പയുടെ കുടുംബം എല്ലാവരും ചേർന്ന് ഒരു ഉന്തുവണ്ടിയും വാങ്ങി. പിന്നെ അതിൽ ജിലേബി ഉണ്ടാക്കാനും തുടങ്ങി. വരൂ വരൂ, നല്ല ചൂടുള്ള രുചിയുള്ള ജിലേബി കഴിക്കൂ. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും വേണമെന്ന് നിങ്ങൾ തന്നെ പറയും. മുന്നിയുടെയും പുഷ്പയുടെയും കൈകൊണ്ടുണ്ടാക്കിയ രുചിയുള്ള ജിലേബി നിങ്ങൾ കഴിച്ചു നോക്കൂ. വരൂ ചേച്ചി വരൂ, വരൂ ചേട്ടാ വരൂ, ജിലേബി കഴിച്ചു നോക്കൂ. എന്നാൽ പുഷ്പയുടെ ഉന്തുവണ്ടിക്കടുത്ത് ആരും ജിലേബി വാങ്ങാൻ വന്നതേയില്ല. എല്ലാവരും വലിയ വലിയ കടകളിൽ നിന്ന് മാത്രമാണ് ജിലേബി വാങ്ങിയത്. ഇത്രയും വലിയ മാർക്കറ്റിൽ ഇത്രയും വലിയ കടകളില്ലേ? അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കടയിൽ നിന്നും ആര് ജിലേബി വാങ്ങാനാണ്? അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഒരുപാട് ജിലേബിയും നാളുകളായി വിൽക്കാതെ ഇരുന്ന് പാഴായി പോയി. അവരിൽ നിന്നും ജിലേബി വാങ്ങാൻ ഒരാൾ രണ്ടാൾ എന്നിങ്ങനെ മാത്രമേ വന്നിരുന്നുള്ളൂ. കച്ചവടം നന്നായി നടക്കാത്തതുകൊണ്ട് പുഷ്പയുടെ വീട്ടിൽ ഭക്ഷണത്തിനും ക്ഷാമം വന്നു. അയ്യോ ദൈവമേ, താങ്കൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? എല്ലാവരുടെ കച്ചവടവും നന്നായി നടക്കുന്നു, എന്നാൽ ഞങ്ങളുടെ അടുത്ത് മാത്രം ഒരു കസ്റ്റമേഴ്സും വരുന്നില്ല. അമ്മേ അച്ഛാ, നമുക്ക് പുതുമ എന്തെങ്കിലും കൊണ്ടുവരാം. അതിലൂടെ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കണം. പുതുമ എന്ന് വെച്ചാൽ? ആ പുതുമ കൊണ്ട് നമ്മുടെ കടയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കണം. നമുക്ക് എന്തുകൊണ്ട് മധുരമുള്ള ജിലേബിക്ക് പകരം കയ്പ് ജിലേബി വിറ്റുകൂടാ? കയ്പ് ജിലേബിയോ എന്ന് വെച്ചാൽ എന്താ? അച്ഛാ, മധുരമുള്ള ജിലേബിയല്ലേ എല്ലാവരും വിൽക്കുന്നത്? നമുക്ക് കയ്പ് ജിലേബി വിറ്റാൽ കയ്പ് ജിലേബി എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തോന്നിയില്ലേ? അതുപോലെ കസ്റ്റമേഴ്സും കയ്പ് ജിലേബിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കടയിലേക്കും വരും. എന്നാൽ മോളെ, നമ്മൾ കയ്പ് ജിലേബി എങ്ങനെ ഉണ്ടാക്കും? ജിലേബിക്ക് കയ്പും പുളിയും വരുത്താൻ ഒരുപാട് വഴിയുണ്ട്. നമുക്ക് മൈദയിൽ തൈര് മിക്സ് ചെയ്യാം. അപ്പോൾ മാവ് പുളിയും കയ്പുള്ളതുമായി മാറും. പിന്നെ നമ്മൾ എല്ലാവരും മൈദയിൽ തൈര് കലർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എപ്പോഴും ഒരു സീക്രട്ടായി തന്നെ വെക്കണം, കേട്ടല്ലോ? ഒരുപക്ഷെ എല്ലാവർക്കും നമ്മൾ ഈ കയ്പ് ജിലേബി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിഞ്ഞാൽ ബാക്കിയുള്ള കടക്കാരും ഇത് കണ്ട് കയ്പ് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ കച്ചവടവും നടക്കില്ല. നീ പറയുന്നതും ശരിയാണ്. അടുത്ത ദിവസം പുഷ്പ മാർക്കറ്റിൽ മുഴുവനും അനൗൺസ് ചെയ്തു. കേട്ടോളൂ കേട്ടോളൂ, ഞങ്ങളുടെ കടയിലേക്ക് വരൂ. ആദ്യമായി കയ്പുള്ള പുളിയുള്ള ജിലേബി കഴിച്ചു നോക്കൂ. ഒരുപാട് പേരും പുതിയതായി ഇത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അവിടേക്ക് വന്നു. അവരെല്ലാവരും കയ്പ് ജിലേബിയുടെ ടേസ്റ്റ് എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാൻ ആഗ്രഹിച്ചു. പുഷ്പയുടെ ഈ മധുര കയ്പുള്ള ജിലേബി തുടക്കം തന്നെ സൂപ്പർ ഹിറ്റായും മാറി. എല്ലാവരും ഓരോ കിലോ ജിലേബി വച്ച് വാങ്ങി. ആരെങ്കിലും പുഷ്പയോട് കയ്പ് ജിലേബിയിൽ എന്താണ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ അവരോട് പുഷ്പ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞിരുന്നത്. അയ്യോ ചേട്ടാ, അത് വേറെയൊന്നുമല്ല, ചെറിയൊരു സീക്രട്ടാ. നിങ്ങൾ ഈ ജിലേബി കഴിക്കൂ. ചില ദിവസങ്ങൾ വരെ നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് പുഷ്പയ്ക്കും മുന്നിക്കും ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു. ആ നാട്ടിൽ ചേതൻ എന്നു പേരുള്ള ഒരു ജിലേബി കടക്കാരൻ ഉണ്ടായിരുന്നു. പുഷ്പ വരുന്നതിന് മുൻപ് എല്ലാ കസ്റ്റമേഴ്സും ചേതന്റെ കടയിൽ നിന്നാണ് ജിലേബി വാങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ചേതൻ പുഷ്പയ്ക്ക് എതിരായി ഒരു ദുഷ്പ്രചരണം പരത്തിവിട്ടു. ഇവിടെ നോക്കൂ, പുഷ്പയും മുന്നിയും ആ മൈദയിൽ എന്തോ മിക്സ് ചെയ്യുന്നുണ്ട്. അത് എന്തോ കെമിക്കലാ, അതാ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ആ കെമിക്കൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. ഇങ്ങനെ ഒരു മോശപ്പെട്ട പ്രചാരണത്താൽ പുഷ്പയുടെ അടുത്ത് വന്നിരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേ വന്നു. പുഷ്പ തന്റെ അടുത്ത് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ ജിലേബിയിൽ ഒരു കെമിക്കലും ഇടാറില്ല. പിന്നെ എന്താ നിങ്ങൾ ആരോടും പറയാത്തത് അതിൽ മിക്സ് ചെയ്യുന്നത് എന്താണെന്ന്? ഒരു ദിവസം മുന്നിയും പുഷ്പയും അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നി പുഷ്പയോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ സീക്രട്ട് ഒരുപാട് ദിവസം സീക്രട്ടായി വെക്കാൻ പറ്റില്ലെന്നാണ്. നമ്മൾ ജിലേബിയിൽ എന്തൊക്കെ ചേർക്കുന്നുവെന്ന് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കണം. എന്നാൽ അതിനുശേഷം എല്ലാവരും നമ്മൾ ഉണ്ടാക്കുന്ന ജിലേബി പോലെ ഉണ്ടാക്കില്ലേ? എന്നാൽ ഇപ്പോഴുള്ള ആ മോശം പ്രചരണത്താൽ നമ്മുടെ കച്ചവടത്തിന് തന്നെ നഷ്ടം സംഭവിച്ചേക്കാം. അടുത്ത ദിവസം മുന്നി അവളുടെ ഉന്തുവണ്ടിയുടെ അടുത്ത് ഒരു വലിയ ബാനർ വെച്ചു. അതിൽ എന്തെഴുതിയിരുന്നെന്നാൽ, ഞങ്ങൾ മൈദയിൽ തൈര് കലർത്തിയാണ് ജിലേബി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജിലേബിക്ക് കയ്പുള്ളത്. അതിനുശേഷം മാർക്കറ്റിലുള്ള എല്ലാ കടക്കാരും മൈദയിൽ തൈര് കലർത്തി ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ പോലും പുഷ്പയുടെ ജിലേബിയുടെ സെയിൽസ് കുറഞ്ഞതേയില്ല. കാരണം കയ്പ് ജിലേബി ആദ്യമായി വിൽക്കാൻ തുടങ്ങിയത് തന്നെ പുഷ്പയാണ്.
ജനങ്ങൾക്ക് അറിയാം. അത് എന്തെന്നാൽ തുടങ്ങി വെക്കുന്നത് എന്തായാലും ഒരാളായിരിക്കും. എന്നാൽ ആ ഒരാളെ അനുകരിക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരിക്കും. സുധയുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇപ്പോൾ അവൾക്ക് അവളുടെ ലോകത്തിൽ അവളുടെ കുഞ്ഞമ്മയും കൊച്ചിച്ചനുമാണുള്ളത്. മോളെ, നീ ഞങ്ങളുടെ കൂടെ തന്നെ വന്നേക്കി. വേണ്ട ചേട്ടാ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. നീ എന്താണ് പറയുന്നത്? ഇവള് നമ്മളെ വിട്ടാൽ പിന്നെ വേറെ ആരാണുള്ളത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവളെയും കൊണ്ടുപോയി എന്ത് ചെയ്യാനാ? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. പക്ഷേ ഇവളൊരു ചെറിയ കൊച്ചല്ലേ മോളെ. നമ്മുടെ മകൾ പായൽ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ ഇവളും. നിങ്ങൾ ഇവളെ നമ്മുടെ മകളോട് ചേർത്ത് വെച്ച് സംസാരിക്കല്ലേ? ഇവൾ ഇവളുടെ അച്ഛനും അമ്മയും കൊന്നുകളഞ്ഞു. നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെയും കൊന്നുകളയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവൾ തീർച്ചയായിട്ടും എന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇവളെ നിന്റെ കൂടെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എന്തായാലും നിന്റെ അമ്മേന്റെ വീട്ടിൽ പോയിക്കോ. മാധുരിക്ക് സുധയെ നോക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ മുകേഷ് സുധയെ തനിച്ചാക്കി പോകാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് മുകേഷ് സുധയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ മാധുരി അവളെ ഒരുപാട് ദ്രോഹിക്കാൻ തുടങ്ങി. ഹേ മഹാറാണി, വീടൊന്നും നീ വൃത്തിയാക്കുന്നില്ലേ? അതൊക്കെ നിന്റെ മരിച്ചുപോയ അമ്മയാണോ വന്ന് ചെയ്യുക? ഞാൻ ഇപ്പോൾ വൃത്തിയാക്കാം കുഞ്ഞമ്മേ. ഒരു ജോലി തീർത്തതും തന്നെ മാധുരി സുധയ്ക്ക് അടുത്ത ജോലി നൽകും. ഇങ്ങനെ ചെയ്ത് ചെയ്ത് സുധ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി. അവൾ വീട് വൃത്തിയാക്കും, തുണി അലക്കും, പിന്നെ പാത്രം കഴുകും. മാത്രമല്ല മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ പാചകം ചെയ്യാനും തുടങ്ങി. സുധയുടെ കുഞ്ഞമ്മ അവളെ ഒരുപാട് ദ്രോഹിക്കാൻ തുടങ്ങി. പാവം സുധ ഈ കളിക്കേണ്ട പ്രായത്തിൽ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ടമ്മേ. മഹാറാണി, പോയി എന്റെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവാ. സുധ പായലിന് വേണ്ടി പ്ലേറ്റിൽ ആഹാര സാധനങ്ങൾ വെച്ച് നൽകി. പിന്നീട് അവൾ തനിക്ക് വേണ്ടി ആഹാരമെടുക്കാൻ ശ്രമിച്ചപ്പോൾ മാധുരി വന്ന് അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് പിടിച്ചു വാങ്ങി. ഇതിൽ ആർക്കു വേണ്ടിയാ നീ ആഹാരമെടുക്കാൻ പോകുന്നത്? ഞാൻ കഴിക്കാൻ വേണ്ടിയാ കുഞ്ഞമ്മേ. എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ആദ്യം വീട്ടുജോലിയൊക്കെ ചെയ്തു തീർക്ക്, പിന്നീട് കഴിക്കാൻ എന്തെങ്കിലും നിനക്ക് നൽകാം. മുകേഷും സുധയുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ടുകൊണ്ടേയിരുന്നു. അവർ സുധയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്തെങ്കിലും ചെയ്ത് സുധേനെ വീട്ടിൽ നിന്ന് പുറത്തേക്കാക്കണം. ഇല്ലെങ്കിൽ മാധുരി ഈ ചെറിയ കൊച്ചിനെ വല്ലാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പാവം. മുകേഷിന് ജിലേബി വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അത് ഗ്രാമത്തിൽ ഏറ്റവും ഫേമസ് ആയ കടയാണ്. മുകേഷ് ഏട്ടാ, ജിലേബി നല്ല സ്വാദുണ്ടല്ലോ. കസ്റ്റമറിനൊക്കെ മുകേഷിന്റെ ജിലേബി ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കടയിലേക്ക് കസ്റ്റമേഴ്സ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മുകേഷിന്റെ കടയിൽ ജോലി ഒരുപാട് അധികമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സഹായത്തിന് ആരെങ്കിലും വേണമായിരുന്നു. ഞാൻ എന്താ എന്റെ സഹായത്തിന് വേണ്ടി സുധീനെ വിളിച്ചാൽ എന്താ? അവൾ എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ അവൾക്ക് ജോലി കിട്ടിയ പോലെ ഉണ്ടാവും. പിന്നെ അവൾക്ക് വയറ് നിറയെ കഴിച്ച പോലെയും ഉണ്ടാവും. ഇത് തന്നെയാണ് ശരി. അന്ന് മുകേഷ് വീട്ടിലേക്ക് പോയി. മാധുരി, നാളെ തൊട്ട് ഞാൻ സുധേനെ എന്റെ കടയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താ അങ്ങനെ? കാരണം എനിക്ക് ജോലി ചെയ്യാൻ ഒരാള് വേണം. ഒരു പക്ഷെ ഞാൻ ജോലിക്കാര് വെച്ചാൽ അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കേണ്ടി വരും. സുധ ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാം എളുപ്പമായല്ലോ. അതും ശരിയാണ്. നമ്മുടെ കാശെങ്കിലും മിച്ചമാകും. ശരിയാണ്. മാധുരി മുകേഷ് പറഞ്ഞതിന് സമ്മതിച്ചു. അടുത്ത ദിവസം മുതൽ സുധ മുകേഷിനോടൊപ്പം കടയിലേക്ക് പോകാൻ തുടങ്ങി. കൊച്ചിച്ച, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നീ കുറച്ച് ഭക്ഷണം കഴിക്കേ, പിന്നെ നമുക്ക് സംസാരിക്കാം. മുകേഷ് സുധയ്ക്ക് കഴിക്കാനായി കേസരിയും സമൂസയും നൽകി. സുധ സന്തോഷത്തോടെ കഴിച്ചു. എന്റെ വയറ് നിറഞ്ഞിരിക്കുന്നു കൊച്ചിച്ച. ഇപ്പോൾ പറയും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോളെ, ഞാൻ നിന്നെ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയല്ല വിളിച്ചത്. നിന്റെ ജോലി നിനക്കിവിടെ പഠിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. കാരണം കുറച്ചു വർഷത്തില് നീ നിന്റെ സ്വന്തം കാലിൽ ഇവിടെ ജീവിക്കണ്ടേ. പിന്നെ നിന്റെ ചേട്ടത്തിയുടെ വർത്താനം നീ കേൾക്കും വേണ്ട. മനസ്സിലായോ? ഞാൻ പഠിക്കാൻ കൊച്ചിച്ച. വളരെ നല്ല മോളാണ്. അന്നു മുതൽ മുകേഷ് സുധയ്ക്ക് എങ്ങനെ ജിലേബി ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അത് വിൽക്കാനും പറഞ്ഞുകൊടുത്തു. കുറച്ചു ദിവസത്തിനകം സുധ എങ്ങനെ ജിലേബി ഉണ്ടാക്കണമെന്ന് പഠിച്ചു. ഇത് പൊളിച്ചല്ലോ മോളെ. നീ ഉണ്ടാക്കിയ ജിലേബി വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളെ പോലെയാണോ കൊച്ചിച്ച?
ആ അതെ, എന്നെ പോലെ തന്നെ. സുധ വളരെ സന്തോഷത്തോടെയായിരുന്നു. അവൾ സന്തോഷത്തോടെ കൊച്ചിച്ചന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ കൊച്ചിച്ചനും വളരെ സ്നേഹത്തോടെ അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അവൾ രാത്രി വീട്ടിലേക്ക് പോയതിനു ശേഷം അവളുടെ കുഞ്ഞമ്മ എന്തെങ്കിലും വഴക്കു പറഞ്ഞിട്ട് പിന്നീട് വീട്ടിലെ എല്ലാ ജോലിയും അവളോട് ചെയ്യാൻ പറയും. എത്തിയോ മഹാറാണി? ആഹാരം കഴിച്ചിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി വെക്ക്. ശരി കുഞ്ഞമ്മേ. അതൊക്കെ ശരിയാണ്. പക്ഷേ സുധയ്ക്ക് ഇതൊന്നും ഇപ്പോൾ ഒരു കഷ്ടമായി തോന്നിയതേ ഇല്ല. ഇങ്ങനെ 7 വർഷങ്ങൾ കടന്നുപോയി. സുധ വലിയ കുട്ടിയായി വളർന്നു. അവൾ ഇപ്പോഴും തന്റെ കൊച്ചിച്ചന്റെ കടയിൽ കൊച്ചിച്ചനോടൊപ്പം ചേർന്ന് ജിലേബി ചെയ്തുകൊണ്ടേയിരുന്നു. 1 കിലോ ജിലേബി തരൂ ചേട്ടാ. കൊച്ചിച്ച, നിങ്ങൾ അല്പനേരം റെസ്റ്റ് എടുക്കൂ, ഞാൻ അദ്ദേഹത്തിന് നൽകാം. ഇപ്പോൾ സുധ തനിച്ച് കടയിലെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. മുകേഷിന് ഒരുപാട് സന്തോഷമായി. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സുധയെ കൊണ്ട് സ്വന്തമായി അവളുടെ ജീവിതം നോക്കാൻ പറ്റും. സുധാ മോളെ, ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നീ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു കട നടത്താനുള്ള സാധനം വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൊച്ചിച്ച? കാരണം നീ ഇന്ന് എത്ര ദിവസമാണ് നിന്റെ ചേർത്തിയതും ചീത്ത വാങ്ങിക്കുക. എനിക്കറിയാം നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കട നടത്താൻ പറ്റുമെന്ന്. നിനക്ക് എപ്പോ വരുമാനം വരുന്നോ അപ്പൊ നീ ആ കട എനിക്ക് തിരിച്ചടച്ചാൽ മതി. ഭാഗൽപൂരിൽ എന്റെ ദൂരെ ഒരു ചേടത്തിയുണ്ട്. അവരെ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി എല്ലാ ഏർപ്പാടും എടുത്തിട്ടുണ്ട്. നീ അവിടെ പോയിക്കോ. പിന്നെ നിന്റെ ജിലേബിയുള്ള കച്ചവടം നീ അവിടെ തുടങ്ങിക്കോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ കൊച്ചിച്ച. സുധ തന്റെ കൊച്ചിച്ചന്റെ കയ്യിൽ നിന്നും ആശീർവാദം വാങ്ങിയിട്ട് അതിനുശേഷം കാശ് വാങ്ങിയിട്ട് ബഗൽപൂരിലേക്ക് പുറപ്പെട്ടു. പിന്നീട് മുകേഷ് വീട്ടിലേക്ക് വന്നു. സുധ എവിടെയാ? അവൾ വീട് വിട്ടു പുറത്തു പോയി. വളരെ നല്ലത്, പോയി തൊലയട്ടെ അവൾ. മുകേഷിന് ഒരുപാട് സന്തോഷമായി. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇനി സ്വന്തമായി എല്ലാ ജോലിയും ചെയ്യുമല്ലോ. ഇനി മുതൽ സുധ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചു. മറുവശത്ത് സുധ ബഗൽപൂരിലേക്ക് എത്തി. ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ മുത്തശ്ശി തനിച്ചായിരുന്നു. അവർക്കും ഇപ്പോൾ കൂടെ ഇരിക്കാൻ ഒരു കൂട്ടായി. മുത്തശ്ശി, ഞാനൊരു ജിലേബി കട ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആ, മുകേഷ് എന്നോട് നേരത്തെ പറഞ്ഞു മോളെ. എന്റെ കയ്യിൽ 2 കടയുണ്ട്. അതിൽ നിനക്ക് ഏതാണോ ഇഷ്ടം അത് നീ എടുത്തോ മോളെ. അതിൽ കട നടത്തിക്കോ. മുത്തശ്ശി, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വത്തുകളുണ്ടോ? ഉണ്ട് മോളെ, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഞാൻ തനിച്ചാണല്ലോ ഉള്ളത്. എന്നെ തനിച്ചാക്കിയിട്ട് എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ പിരിഞ്ഞു പോയി. ഇല്ല ഇല്ല മുത്തശ്ശി, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം കാണും. സുധ മുത്തശ്ശിയുടെ കടയിൽ ജിലേബി വിൽക്കാൻ തുടങ്ങി. ആ ജിലേബിയുടെ രുചി കാരണം ഒരുപാട് കസ്റ്റമേഴ്സുകൾ അവളുടെ കടയിലേക്ക് വന്നു. എനിക്കൊരു 1/2 കിലോ ജിലേബി നൽകുമോ? എനിക്കൊരു 1/2 കിലോ തന്നോളൂ. സുധയുടെ കസ്റ്റമേഴ്സ് ഒക്കെ വളരെ സന്തോഷത്തോടെ സുധ ചെയ്യുന്ന ആ ജിലേബി കഴിച്ചു നോക്കി. ഇവിടെ നോക്കൂ അനിയത്തി, ഇത് നന്നായിട്ടുണ്ട്. ആ, ഇതുപോലുള്ള സ്വാദുള്ള ജിലേബി കഴിച്ചിട്ടേ ഇല്ല. വളരെ നന്ദി. മൊത്തം ബഗൽപൂരിലും സുധയുടെ ജിലേബി വളരെ ഫേമസ് ആയി. പിന്നീടെന്താ, ജനങ്ങളൊക്കെ ക്യൂവിൽ നിന്ന് വളരെ സമാധാനത്തോടെ ജിലേബി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. സുധ രാവിലെ സൂര്യനെ പോലെയും രാത്രി ചന്ദ്രനെ പോലെയും ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചു ദിവസത്തിനകം തന്നെ സുധ തൊട്ടടുത്ത് വേറൊരു കടയും ഓപ്പൺ ചെയ്തു. അവളുടെ വ്യാപാരം വലുതായി. സുധ ബഗൽപൂരിനടുത്ത് ഒരു വലിയ വീടും കെട്ടി. അത് അവളുടെ സ്വന്തം വീടാണ്. പിന്നീട് അവൾ തന്റെ കൊച്ചിച്ചന് ഫോൺ ചെയ്തു. കൊച്ചിച്ച, നിങ്ങളുള്ളത് കൊണ്ടാണ് എനിക്ക് തനിച്ചൊരു വീട് കെട്ടാൻ പറ്റിയത്. വളരെ നന്ദി കൊച്ചിച്ച. വളരെ നല്ലത് മോളെ. എനിക്ക് അത്രയും വിശ്വാസം എന്റെ മേലുണ്ടായിരുന്നു. നിന്റെ രാവിലെയും രാത്രിയുള്ള ജോലി ചെയ്തുകൊണ്ട് ഇത്രയും ആത്മാദനം കൊണ്ടാണ് നീ ജയിച്ചിരിക്കുന്നത്. മുകേഷിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നം നിറവേറി. അവളുടെ കുഞ്ഞമ്മയുടെ ശല്യത്തിൽ നിന്നും സുധ രക്ഷപ്പെട്ടത് വിചാരിച്ച് ഒരുപാട് സന്തോഷിച്ചു. സുധയ്ക്ക് ഇപ്പോൾ ആരുടെ സഹായവും ആവശ്യമില്ല. അവൾ ഇപ്പോൾ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി.